ആഗ്രഹങ്ങൾ പാപമാണെന്നും അവയെ അടിച്ചമർത്തണമെന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലൂടെ ശിവൻ നൽകുന്ന 26ാമത്തെ വിദ്യ തികച്ചും വിപ്ലവകരമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ കൊല്ലാനല്ല, അവയെ ബോധോദയത്തിനുള്ള ഇന്ധനമാക്കാനാണ് ഈ വിദ്യ നമ്മോട് പറയുന്നത്. ആഗ്രഹമെന്നത് നമ്മുടെ കോശങ്ങളിലെ ജൈവപരമായ സത്യമാണ്. ഒരു ആഗ്രഹം ഉണരുമ്പോൾ അതിനെ ശരിയെന്നോ തെറ്റെന്നോ വ്യാഖ്യാനിക്കാതെ അതിനെ നിഷ്പക്ഷമായി പരിഗണിക്കുക. ഒരു സാക്ഷിയെപ്പോലെ ആ ആഗ്രഹത്തെ നോക്കി നിൽക്കുക. വ്യാഖ്യാനങ്ങൾ ഇല്ലാതാകുമ്പോൾ അവിടെ വെറും ഊർജം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അതോടെ ആ ആഗ്രഹത്തിന് നമ്മെ നിയന്ത്രിക്കുവാനുള്ള ശക്തി നഷ്ടപ്പെടും. ഒരാഗ്രഹം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ അതിനോട് യുദ്ധം ചെയ്യാതെ പെട്ടെന്ന് അത് ഉപേക്ഷിക്കണം. കയ്യിലിരിക്കുന്ന ഒരു കടലാസ് കഷണം താഴെ ഇടുന്നത് പോലെ ലളിതമായി ആ ആഗ്രഹത്തെ കൈവിടാം. അപ്പോൾ പുറത്തേക്ക് ഒഴുകാൻ തയ്യാറെടുത്തു നിന്ന ഊർജം പെട്ടെന്നുള്ള ആ നിർത്തലിൽ മറ്റു വഴികളില്ലാതെ നമുക്കുള്ളിലെ കേന്ദ്രത്തിലേക്ക് കുതിക്കും. ആ കുതിപ്പിൽ നമ്മൾ നമ്മുടെ ആത്മചൈതന്യത്തെ തിരിച്ചറിയും. അവിടെ നമ്മൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കനാകും. ഇത് ആഗ്രഹങ്ങളുമായുള്ള യുദ്ധമല്ല, മറിച്ച് ബോധത്തിലേക്കുള്ള മനോഹരമായ മടക്കമാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധം എന്ന നമ്മുടെ ഈ ആത്മീയ യാത്ര വളരെ മനോഹരമായ ഒരു ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലൂടെ ശിവൻ നൽകിയ 112 മുത്തുകളിൽ ഏറ്റവും തിളക്കമുള്ളതും എന്നാൽ കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ 26ാമത്തെ വിദ്യയെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ശിവൻ പറയുന്നു, ഏതെങ്കിലും ഒരു ആഗ്രഹം വന്നു ചേരുമ്പോൾ അതിനെ പരിഗണിക്കുകയും പിന്നെ പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്യുകയെന്ന്. അതായത് ഏതൊരാഗ്രഹത്തെയും നേരിടണമെന്ന്. നമ്മൾ പലപ്പോഴും ആത്മീയതയെ ആഗ്രഹങ്ങളെ കൊല്ലാനുള്ള വിദ്യയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ആഗ്രഹങ്ങളെ കൊല്ലാനല്ല, മറിച്ച് അവയെ ഒരു സാക്ഷിയെ പോലെ നേരിടാനാണ് ശിവൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആഗ്രഹങ്ങളുടെ തീഷ്ണതയെ എങ്ങനെ ബോധോദയത്തിനുള്ള ഇന്ധനമാക്കി മാറ്റാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നിർത്തൽ വിദ്യയെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നാം പഠിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങുന്ന കാമനകളെയും ആഗ്രഹങ്ങളെയും എങ്ങനെ ഒരു കവാടമാക്കി മാറ്റാമെന്നാണ്. നമ്മളിവിടെ ആഗ്രഹങ്ങളുടെ ജൈവശാസ്ത്രപരമായ സത്യങ്ങളെക്കുറിച്ചും അവയെ മറച്ചിരിക്കുന്ന സാമൂഹ്യമായ പുകപടലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. അതിനായി നമുക്കുള്ളിലെ എല്ലാ മുൻവിധികളെയും മാറ്റിവെച്ചുകൊണ്ട് നിശബ്ദമായി ഈ ജ്ഞാനവിരുന്നിലേക്ക് ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ആഗ്രഹങ്ങളുടെ ജൈവശാസ്ത്രപരമായ സത്യത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് ഭക്ഷണത്തിനോ സ്നേഹത്തിനോ ലൈംഗികതയ്ക്കോ വേണ്ടിയോ ആകട്ടെ, അത് എവിടെ നിന്നാണ് വരുന്നത്? ഈ വിദ്യയെ വിശദീകരിക്കുമ്പോൾ ഓഷോ ഒരു വിപ്ലവകരമായ സത്യം പറയുന്നുണ്ട്. നമ്മളെല്ലാം ലൈംഗികതയുടെ ഫലമാണെന്ന്. നമ്മുടെ ഓരോ കോശവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലൈംഗിക കോശങ്ങളാലാണ്. ലൈംഗികതയുടെ വലിയ ഊർജ സ്ഫോടനമാണ് നമ്മളായി ഇവിടെ ഇരിക്കുന്നത്. ഒരു കുട്ടി ഈ ലോകത്ത് ജനിക്കുമ്പോൾ അവന് ഭാഷ അറിയില്ല. ഭാഷ എന്നത് സമൂഹം നൽകുന്നതാണ്. എന്നാൽ വിശപ്പും ലൈംഗിക ചോദനയും ജൈവപരമായ സത്യങ്ങളാണ്.
അത് നമ്മുടെ കോശങ്ങളിൽ ജനനം മുതൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനെ പാപം എന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം അസ്തിത്വത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതെല്ലാം തന്നെ ജൈവശാസ്ത്രപരമാണ്. അവയെ നേരിടണമെങ്കിൽ ആദ്യം അവയെ ഒരു വസ്തുതയായി അംഗീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ പാരമ്പര്യമോ മതഗ്രന്ഥങ്ങളോ എന്തു തന്നെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ ഊർജം ആ കാമനകളിലൂടെ പ്രകടമാകുന്നത് പ്രകൃതി നിയമമാണ്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേരിട്ട് കാണാൻ കഴിയാത്തത്? അതിന് കാരണം നമ്മുടെ വ്യാഖ്യാനങ്ങളാണ്. ഇതിന് ഓഷോ പറയുന്ന മനോഹരമായ ഒരു ഉദാഹരണമാണ് ലെമൺ ജ്യൂസ് എന്നത്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ ഉമിനീരൂറും. ആ വാക്കിൽ ചെറുനാരങ്ങയോ പഞ്ചസാരയോ ഒന്നുമില്ല. പക്ഷെ ആ വാക്കിനോടുള്ള നമ്മുടെ വ്യാഖ്യാനം നമ്മുടെ ശരീരത്തെ പോലും മാറ്റുകയാണ്. ഇത് തന്നെയാണ് ആഗ്രഹങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. രതി അഥവാ സെക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്നെങ്കിൽ അതിനെതിരെയാകും, അല്ലെങ്കിൽ അനുകൂലമാകും. ഇവിടെ രണ്ട് പക്ഷം പിടിക്കുന്നത് പരിഗണനയല്ല, മറിച്ചത് വിധി നിർണയമാണ്. ആഗ്രഹങ്ങളെ അവയുടെ പരിശുദ്ധിയിൽ അതെങ്ങനെയോ അങ്ങനെ നോക്കിക്കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഇതിനെയാണ് ഈ വിദ്യയിൽ പരിഗണിക്കുക എന്ന് ശിവൻ പറയുന്നത്. നമ്മളൊരു മുഹമ്മദീയനെയോ ജൂതനെയോ ക്രിസ്ത്യാനിയോ മറ്റു മതസ്ഥരെയോ കാണുമ്പോൾ ആ മതമെന്ന ലേബലുകൾ മാറ്റിവെച്ച് ആ വ്യക്തിയെ മാത്രമായി കാണാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് അയാളെ പരിഗണിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ ആഗ്രഹത്തിന്മേൽ സമൂഹം നൽകിയിട്ടുള്ള ലേബലുകൾ മാറ്റിവെച്ച് അതിലേക്ക് നേരിട്ട് നോക്കണം. പഴയ ഋഷിമാർ എന്തു പറഞ്ഞു എന്നല്ല, ഈ നിമിഷം നമ്മുടെ ഉള്ളിൽ ആ ജ്വാല പടരുമ്പോൾ അതിന്മേൽ നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണ് പതിക്കുന്നത് എന്നതാണ് ഇവിടെ പ്രധാനം. നോക്കൂ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആഗ്രഹങ്ങൾ നമ്മുടെ തടവറകളല്ല, മറിച്ച് മോചനത്തിനുള്ള വാതിലുകളാണെന്നാണ്. ആഗ്രഹത്തെ ജൈവപരമായ ഒരു വസ്തുതയായി കാണുക, അതിനെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല എന്ന മട്ടിൽ ഒരു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. വ്യാഖ്യാനങ്ങൾ നൽകാതെ ശാന്തനായി ആ ആഗ്രഹത്തെ നേരിട്ട് നോക്കാൻ പഠിക്കണം നമ്മൾ. അതാണ് ഈ വിദ്യയുടെ ഒന്നാമത്തെ പടി. മനസ്സെപ്പോഴും ഭൂതകാലാനുഭവങ്ങളുമായി കടന്നു വരും. പക്ഷെ ആ നോട്ടത്തിൽ തന്നെ വലിയൊരു വിപ്ലവം ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണരുമ്പോൾ സത്യത്തിൽ നാം ആ ആഗ്രഹത്തെയാണോ അതോ ആ ആഗ്രഹത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള അഭിപ്രായങ്ങളെയാണോ നമ്മൾ കാണുന്നതെന്ന്? ശിവൻ ഈ വിദ്യയിൽ ഉപയോഗിച്ച ഏറ്റവും സുപ്രധാനമായ വാക്ക് പരിഗണിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ മനസ്സ് ഈ പരിഗണനയെ അനുവദിക്കാറുമില്ല. പകരം അത് വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുക. വ്യാഖ്യാനം എന്നാൽ വസ്തുതയെ ലേബലുകൾ ഒട്ടിച്ച് വികൃതമാക്കുക എന്നാണ് അർത്ഥം. ആ ലേബലുകൾ മാറ്റിവെച്ച് ആഗ്രഹത്തെ അതിൻ്റെ നഗ്നമായ രൂപത്തിൽ ദർശിക്കാൻ പഠിക്കുക എന്നതാണ് ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉൾക്കാഴ്ച എന്നത്. ശരി, നമുക്ക് നമ്മുടെ മനസ്സെങ്ങനെയാണ് നമ്മെ വഞ്ചിക്കുന്നതെന്ന് നോക്കാം. ഒരാൾ നമ്മളോട് വന്ന് പറയുകയാണ് ഇതൊരു ജൂതനാണ് അല്ലെങ്കിൽ മറ്റാരാണോ എന്ന് പറയുന്ന ആ നിമിഷം തന്നെ നമ്മുടെ ഉള്ളിലെ പഴയ വ്യാഖ്യാനങ്ങൾ ഉണരുകയായി. നമ്മളവിടെ ആ മനുഷ്യനെ കാണുന്നില്ല. ആ മനുഷ്യൻ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല, പകരം ജൂതനല്ലെങ്കിൽ മറ്റു മതസ്ഥർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാക്കുകളോട് നമ്മുടെ മനസ്സ് ചേർത്തിട്ടുള്ള ചില മുൻവിധികളിലൂടെയാണ് നമ്മൾ ആ വ്യക്തിയെ അളക്കുക. നോക്കൂ, ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്, അനന്യനാണ്. പക്ഷേ മനസ്സ് ലേബലുകൾ ഉപയോഗിച്ച് അയാളെ തരം തിരിക്കുകയാണ്. ഇതുതന്നെയാണ് ആഗ്രഹങ്ങളുടെ കാര്യത്തിലും നമുക്ക് സംഭവിക്കുന്നത്. സെക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു വശം പിടിക്കും.
അത് ചീത്തയാണെന്നോ പാപമാണെന്നോ നമ്മൾ തീരുമാനിക്കും. ഇവിടെ നമ്മൾ ആ ആഗ്രഹത്തെ പരിഗണിക്കുകയല്ല, മറിച്ച് ആ വാക്കിനോട് സമൂഹം നൽകിയ വ്യാഖ്യാനത്തെയാണ് പരിഗണിക്കുന്നത്. ലെമൺ ജ്യൂസ് എന്ന് കേൾക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നത് പോലെ വാക്കുകൾക്ക് നാം നൽകിയ അർത്ഥങ്ങൾ നമ്മുടെ ബോധത്തെ മറയ്ക്കുകയാണിവിടെ. എന്നാൽ ഒരു ആത്മീയ അന്വേഷകൻ ഈ വാക്കുകൾക്കും ലേബലുകൾക്കും അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. എന്താണ് ഈ വ്യാഖ്യാനം എന്നത്? നമ്മുടെ ഭൂതകാലത്തിലെ അറിവുകൾ, മതം നൽകിയ ഉപദേശങ്ങൾ, മാതാപിതാക്കൾ നമുക്ക് പഠിപ്പിച്ചത്, ഇവയെല്ലാം ചേർന്നതാണ് വ്യാഖ്യാനം എന്നത്. ഇതൊരു പുകപടലം പോലെയാണെന്നേ. നമ്മിലൊരു ആഗ്രഹമുണരുമ്പോൾ ഇത് പാപമാണ്, ഇത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന് ചിന്തിക്കുന്നതാണ് വ്യാഖ്യാനം എന്നത്. ഇവിടെ നമ്മൾ ആഗ്രഹത്തിന് പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ആഗ്രഹമുണരുമ്പോൾ അതിലേക്ക് നേരിട്ട് നോക്കണം. അതിനെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല എന്ന മട്ടിൽ അതിലേക്ക് നോക്കണം. അതൊരു ജ്വരമായി, ഒരു വിറയലായി ശരീരത്തിൽ പടരുന്നത് സാക്ഷിയായി നോക്കി നിൽക്കണം. അതിനെ പാപമെന്നോ പുണ്യമെന്നോ വിളിക്കാതിരിക്കുക. നമ്മളൊരു വസ്തുവിനെ പരിഗണിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ കാര്യമാണ് വ്യാഖ്യാനമില്ലാതെ ഒന്നിനെ നോക്കിക്കാണുക എന്നത്. അത് ചന്ദ്രനിലെത്തുന്നതിനേക്കാളും എവറസ്റ്റ് കൊടുമുടി കയറുന്നതിനേക്കാളും പ്രയാസകരമാണ്. അതിന് കാരണം നമ്മുടെ മനസ്സ് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മാത്രമേ ഓർക്കേണ്ടതുള്ളൂ: നമ്മുടെ ഒരു ചിന്തയും മൗലികമല്ല. അതെല്ലാം എവിടെ നിന്നെങ്കിലും കടമെടുത്തതാണ്. ഈ കടമെടുത്ത ചിന്തകൾ മാറ്റിവെച്ച് ആഗ്രഹത്തിൻ്റെ നേർക്ക് കണ്ണുകളിൽ കണ്ണുകൾ കൊടുത്തു നോക്കാൻ പഠിക്കണം നമ്മൾ. വ്യാഖ്യാനമില്ലാത്ത ആ നോട്ടം ആഗ്രഹത്തെ അതിൻ്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കും. ഒരിക്കലും അത് ചീത്തയാണെന്ന് പറഞ്ഞ് വാതിലടയ്ക്കരുത്. അതുപോലെ പരിഗണന എന്നതും. ഈ പരിഗണന എന്നാൽ വസ്തുതയോടൊപ്പം നിലനിൽക്കലാണ്. ആ വസ്തുതയോടൊപ്പം നമ്മൾ നിലനിൽക്കുമ്പോൾ ആ ഊർജം ചിതറിപ്പോകാതെ ഒരു ജ്വാലയായി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. നമ്മൾ സാധാരണയായി ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്നത് നിയന്ത്രണം എന്ന വാക്കാണ്. ആഗ്രഹങ്ങളെ അടക്കി നിർത്തണമെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സത്യമല്ലേ? എന്നാൽ ശിവൻ ഇവിടെ പഠിപ്പിക്കുന്നത് നിയന്ത്രിക്കാനല്ല, മറിച്ച് രൂപാന്തരപ്പെടുത്താനാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തുന്നത് ഊർജത്തെ ഒരു തടവറയിൽ ഇടുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. ഈ ഒരു അടിച്ചമർത്തൽ എങ്ങനെയാണ് നമ്മെ പ്രകൃതി വിരുദ്ധരാക്കുന്നതെന്നും അത് എങ്ങനെ നമ്മെ മാനസിക രോഗങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടിച്ചമർത്തൽ എന്നത് ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ വിദ്യ പറയുന്നത് അറിവിൽ നിന്ന് ആഗ്രഹത്തെ ഉപേക്ഷിക്കാനാണ്. ഊർജം ഒരിക്കലും നശിക്കുന്നില്ല, അത് രൂപം മാറുമെന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എന്ന ഊർജത്തെ നമ്മൾ ബലം പ്രയോഗിച്ച് തടഞ്ഞു വെച്ചാൽ അത് അവിടെ തന്നെ നിൽക്കില്ല, മറിച്ചത് മറ്റ് വികൃതമായ വഴികൾ തേടിപ്പോകും. ലൈംഗികതയെ അടിച്ചമർത്തുന്ന പലരും അതീവ ക്രൂരമായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാൻ ഒത്തിരി കേസുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് പോകേണ്ട ഊർജം തടസ്സപ്പെടുമ്പോൾ അത് ഹിംസയായി മാറുകയാണ്. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് പോലെ ഭൂരിഭാഗം മാനസിക രോഗങ്ങളും പ്രകൃതി വിരുദ്ധമായി മാറ്റപ്പെട്ട ഈ ഊർജത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളാണെന്നാണ്. അടിച്ചമർത്തപ്പെട്ട ഊർജം വിരൂപമായ സ്വപ്നങ്ങളായും ഉത്കണ്ഠകളായും രോഗങ്ങളായും പുറത്തു വരും. ഉള്ളിൽ കാമം ജ്വലിക്കുമ്പോഴും പുറത്ത് ബ്രഹ്മചാരിയായി അഭിനയിക്കുന്നവൻ തൻ്റെ തന്നെ ആന്തരിക സംവിധാനത്തെ തകരാറിലാക്കുകയാണ്. ഇത് ധ്യാനമല്ല, മറിച്ച് വഞ്ചനയാണ്. ഊർജത്തെ തടഞ്ഞു വയ്ക്കുക എന്നാൽ പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഡാം പോലെയായിരിക്കും. ശിവനിവിടെ പിന്നെ പറയുകയാണ് പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിക്കുകയെന്ന്.
പലരും ഈ വാക്കിനെ അടിച്ചമർത്തലായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് സത്യത്തിൽ അടിച്ചമർത്തലല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ആവശ്യമില്ലാത്ത ഒരു കടലാസ് നമ്മൾ താഴേക്കിടുന്നു എന്ന് കരുതിയാൽ അവിടെ നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നില്ല. അത് ചീത്തയാണെന്ന് കരുതിയല്ല നമ്മൾ ആ കടലാസ് നിലത്തിടുന്നത്, മറിച്ച് നമുക്കത് വേണ്ട എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അടിച്ചമർത്തൽ എന്നത് ശത്രുതയോടെയുള്ള ഒരു നിർത്തലാണ്. എന്നാൽ ഉപേക്ഷിക്കൽ എന്നത് അറിവോടെയുള്ള വിടവാങ്ങലാണ്. ഇത് ചീത്തയാണ്, പാപമാണെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹത്തെ നിർത്തിയാൽ അത് അടിച്ചമർത്തലാണ്. എന്നാൽ ആഗ്രഹത്തെ പൂർണ്ണമായി പരിഗണിച്ച ശേഷം അതിൻ്റെ ബാലിശത മനസ്സിലാക്കി അതിനെ വിട്ടുകളയുമ്പോൾ അത് നമ്മുടെ ബോധോദയമായി മാറും. ആഗ്രഹം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ അതിനോട് പൊരുതാതെ ഞാനിത് ഉപേക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളും നമ്മുടെ ആഗ്രഹവും തമ്മിൽ ഒരു വലിയ അകലമുണ്ടാകും. ആ അകലത്തിൽ നമ്മൾ നമ്മുടെ കേന്ദ്രത്തെ തിരിച്ചറിയും. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, ഒരിക്കലും നമ്മൾ ഊർജത്തോടൊപ്പം പൊരുതരുത്. അതിനെ വ്യാഖ്യാനങ്ങളില്ലാതെ നോക്കുക. അടിച്ചമർത്തൽ നമ്മെ വികൃതനാക്കി മാറ്റും. എന്നാൽ ബോധപൂർവമായ ഉപേക്ഷിക്കൽ നമ്മെ വിശുദ്ധനാക്കി മാറ്റും. നോക്കൂ, ആഗ്രഹത്തെ അതിൻ്റെ പരമാവധിയിൽ അനുഭവിക്കുമ്പോൾ തന്നെ ഒരു സാക്ഷിയായി അതിനെ കൈവിടാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയ വിജയമെന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസക്തികളെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിലെ ഒരു വലിയ ആസക്തിയെക്കുറിച്ച് നോക്കാം നമുക്ക്. നമ്മളൊക്കെ ഉറക്കമുണർന്നാലുടൻ ആദ്യം തിരയുന്നത് എന്തായിരിക്കും? അത് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിരിക്കും, അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ, ബോറടിക്കുമ്പോൾ, എന്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇത് ഉപേക്ഷിക്കാൻ നമ്മൾ പലതവണ ശ്രമിച്ചിട്ടുണ്ടാകാം. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നാം വീണ്ടും സ്ക്രോൾ ചെയ്തു തുടങ്ങും. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? അതിൻ്റെ കാരണം നമ്മൾ ഈ ആസക്തിയോട് യുദ്ധം ചെയ്യുകയാണ് എന്നതാണ്. യുദ്ധം ചെയ്യും തോറും അത് നമ്മെ കൂടുതൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഫോൺ ഉപയോഗത്തെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡിക്ഷനെ നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ ഒരു ധ്യാനമാക്കി മാറ്റാനാണ് ഓഷോ നിർദ്ദേശിക്കുന്നത്. ഇവിടെ ഫോൺ ഉപയോഗിക്കുന്നത് പാപമാണെന്നോ മോശമാണെന്നോ കരുതുന്നത് ആദ്യമേ തന്നെ നമ്മൾ നിർത്തണം. ആ ലേബലിനെ നമ്മിൽ നിന്നും എടുത്തു മാറ്റണം. ശേഷം നമ്മളൊരു റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ കാണുകയാണെന്ന് കരുതിയാൽ അത് അതീവ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. നമ്മുടെ വിരൽ സ്ക്രീനിൽ ചലിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സ്ക്രീനിലെ നിറങ്ങൾ നമ്മുടെ കണ്ണുകളിൽ പതിക്കുന്നത് നോക്കിക്കാണണം. ഓരോ പുതിയ വീഡിയോ കാണുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചെറിയ ആവേശത്തെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. സാധാരണ നമ്മൾ ഫോൺ നോക്കുന്നത് ഒരു യന്ത്രത്തെ പോലെയാണ്, അല്ലേ? അവിടെ നമ്മളില്ല, വെറും വിരലുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മളത് ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് വേറിട്ട ഒരു നിരീക്ഷകനായി മാറുകയാണ് നമ്മൾ അവിടെ. ഇനിയാണ് ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ ഒരു ഭാഗത്ത് എത്തി നിൽക്കുമ്പോൾ ആ വീഡിയോ മുഴുവൻ കാണണമെന്ന ആഗ്രഹം അതിൻ്റെ ഉച്ചസ്ഥായിയായി നിൽക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് തന്നെ ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തേക്കുക. എന്നിട്ടത് മാറ്റിവെക്കണം. ആ നിമിഷം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നോക്കി കാണണം. ആ വീഡിയോ പൂർത്തിയാക്കാൻ നമ്മുടെ മനസ്സ് വെമ്പുന്നുണ്ടാകും. കാരണം ആ ഊർജം പുറത്തേക്കൊഴുകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ നമ്മളത് പെട്ടെന്ന് തടഞ്ഞു. ഇപ്പോൾ ആ ഊർജത്തിന് പുറത്തേക്ക് പോകാൻ വഴിയില്ലാതാകുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ കേന്ദ്രത്തിലേക്ക് ഒരു കുതിപ്പ് നടത്തും. ഫോണില്ലാത്ത, വീഡിയോ ഇല്ലാത്ത ആ നിമിഷത്തിൽ ശുദ്ധമായ നിശബ്ദത നമുക്ക് അനുഭവിക്കാൻ കഴിയും.
എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്? നമ്മൾ ഫോൺ ഉപയോഗത്തെ അതീവ ശ്രദ്ധയോടെ പരിഗണിക്കുമ്പോൾ അത് എത്രത്തോളം അനാവശ്യമാണെന്ന് നമുക്ക് താനെ ബോധ്യപ്പെടും. മറ്റൊരാളുടെ ജീവിതം സ്ക്രീനിലൂടെ നോക്കി സ്വയം ജീവിതം പാഴാക്കുന്നത് എത്ര ബാലിശമാണെന്ന് നമ്മുടെ ബോധം തിരിച്ചറിയും. ആ തിരിച്ചറിവ് വന്നാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ ബലം പ്രയോഗിക്കേണ്ടി വരില്ല. കയ്യിലിരിക്കുന്ന ഒരു കല്ല് ഭാരമാണെന്ന് തോന്നുമ്പോൾ അത് താഴെയിടുന്നത് പോലെ ലളിതമായി നമുക്ക് ഫോൺ മാറ്റിവെക്കാൻ കഴിയും. നോക്കൂ, അടിച്ചമർത്തലിൽ കഠിനമായ വേദനയുണ്ട്. എന്നാൽ ഈ ഉപേക്ഷിക്കലിൽ വലിയൊരു ആശ്വാസമാണുള്ളത്. ഇവിടെ നമ്മുടെ സ്മാർട്ട് ഫോൺ പോലും നമ്മുടെ ബോധോദയത്തിനുള്ള ഒരു വഴിയായി മാറിയിരിക്കുകയാണ്. നമുക്കുണ്ടാകുന്ന ഓരോ പ്രലോഭനവും നമ്മുടെ കേന്ദ്രത്തെ കണ്ടെത്തുവാനുള്ള അവസരമാണ്. ആഗ്രഹങ്ങളോട് പൊരുതാതെ അവയെ സാക്ഷിയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഒരാഗ്രഹം അതിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ നാം അത് പെട്ടെന്ന് ഉപേക്ഷിക്കുന്നു. എന്താണപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഊർജതന്ത്ര നിയമമനുസരിച്ച് ഊർജത്തിന് നശിക്കാൻ കഴിയില്ല. പുറത്തേക്ക് ഒഴുകാൻ തയ്യാറെടുത്ത് നിന്ന് ആ ഊർജം പെട്ടെന്നുള്ള ആ നിർത്തലിൽ തടസ്സപ്പെടുമ്പോൾ അത് മറ്റു വഴികളില്ലാതെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് കുതിക്കും. ഇതിനെ ഓഷോ ഇൻവാർഡ് ജമ്പ് എന്നാണ് വിളിക്കുന്നത്. ഈ നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ജ്വാല പടരും. അത് ബോധത്തിൻ്റെ ജ്വാലയാണ്. ആഗ്രഹങ്ങളിൽ ചിതറിപ്പോയിരുന്ന നമ്മൾ പെട്ടെന്ന് ഒരിടത്ത് കേന്ദ്രീകരിക്കപ്പെടും. അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ ആദ്യമായി തിരിച്ചറിയുന്നത്. ഊർജത്താൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കാന്തം പോലെയായിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ജോർജ് ഗുർജീഫിനെ പോലുള്ളവർ ദീർഘമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ ഊർജം 1000 ആഗ്രഹങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കൊരു കേന്ദ്രമില്ല. അതിനാൽ തന്നെ അയാൾക്കൊരു വ്യക്തിത്വവുമില്ല. എന്നാൽ ഈ വിദ്യയിലൂടെ ആഗ്രഹങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചുവിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കാന്തിക കേന്ദ്രം രൂപപ്പെടും. നമ്മൾ ശാന്തനായിരിക്കും, പക്ഷെ നമ്മുടെ സാന്നിധ്യം അതീവ ശക്തമായിരിക്കും. ബുദ്ധന്റെയോ രമണ മഹർഷിയുടെയോ അടുത്തേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത് അവരുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് കേന്ദ്രീകരിക്കപ്പെട്ട അവരുടെ ഊർജം, ആ മാഗ്നറ്റിക് പ്രസൻസ് കൊണ്ടാണ്. ഓരോ തവണയും നമ്മൾ ഒരാഗ്രഹത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ഈ കാന്തിക കേന്ദ്രത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ കേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഫലം എന്നത് നമ്മൾ വീണ്ടും ഒരു കൊച്ചുകുട്ടിയെ പോലെ നിഷ്കളങ്കനായി മാറും എന്നതാണ്. സാധാരണയായി നാം വിചാരിക്കുന്നത് ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതാണ് ബുദ്ധി എന്നാണ്. എന്നാൽ ആ ബുദ്ധി നമ്മെ അശാന്തനാക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ആഗ്രഹങ്ങളുടെ ബാലിശത തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കുന്നവൻ അതീവ ബുദ്ധിമാനായിരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ ലാളിത്യവും കൊണ്ടു നടക്കുകയാണ്. അയാൾക്കൊന്നും നേടാനില്ല, അതിനാൽ തന്നെ അയാൾക്ക് ഒന്നിനെയും ഭയപ്പെടാനുമില്ല. ഉറവിടത്തിലിരിക്കുന്ന ഊർജത്തിന് രൂപമില്ല. അത് സ്നേഹമോ കാമമോ അല്ല, അത് വെറും ചൈതന്യം മാത്രമാണ്. ആ അവസ്ഥയിൽ നമ്മൾ ദൈവികതയോട് ഏറ്റവും അടുത്തു നിൽക്കുകയാണ്. ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഓരോ ആഗ്രഹവും നമ്മുടെ കേന്ദ്രത്തെ കണ്ടെത്തുവാനുള്ള ഒരു അവസരമാണ്. ഇവിടെ നമ്മൾ ആ ആഗ്രഹത്തെ ഭയപ്പെടരുത്, അതിനെ ഇന്ധനമാക്കി മാറ്റുകയാണ് വേണ്ടത്. അതിനായി നമ്മുടെ ഉള്ളിലെ ആ നിശബ്ദമായ ജ്വാലയെ സ്നേഹിക്കാൻ പഠിക്കണം. പാശ്ചാത്യ മനഃശാസ്ത്രവും പൗരസ്ത്യ ആത്മീയതയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഫ്രോയിഡിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞർ പറയുന്നത് മനസ്സിനെ ചികിത്സിക്കണമെന്നാണ്. എന്നാൽ ബുദ്ധനും ഓഷോയും പറയുന്നത് മനസ്സ് തന്നെയാണ് രോഗമെന്നാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുകയാണ് വേണ്ടതെന്നുമാണ് ഇവർ പറയുന്നത്. 26ാമത്തെ വിദ്യയിലൂടെ നമ്മൾ ചെയ്യുന്നത് മനസ്സിനെ നന്നാക്കലല്ല, മറിച്ച്
ആഗ്രഹങ്ങളെ പരിഗണിക്കുകയും പെട്ടെന്ന് തന്നെ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിനേക്കാൾ വേഗതയിൽ സഞ്ചരിച്ച് അതിന് മുകളിലേക്ക് പറന്നുയരുകയാണ്. അവിടെ നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ എന്നതിലുപരി ഒരു ബുദ്ധനായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഊർജം മനസ്സിൻ്റെ ചങ്ങലകളിൽ നിന്ന് വിമുക്തമാക്കുകയാണ് ഇവിടെ. നമ്മൾ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുമ്പോൾ സത്യത്തിൽ എന്താണ് ഇവിടെ അവശേഷിക്കുന്നത്? പലരും ഭയപ്പെടുന്നത് അവിടെ വെറും ശൂന്യതയായിരിക്കും എന്നാണ്. എന്നാൽ അത് ശൂന്യതയല്ല, മറിച്ച് അതീവ സാന്ദ്രമായ ഒരു നിശബ്ദതയാണ്. മനസ്സമാധാനം എന്നത് മനസ്സിനുള്ളിൽ ഒരു ശാന്തതയാണ്, അല്ലേ? എന്നാൽ സമാധി എന്നത് മനസ്സ് തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ വിദ്യയിലൂടെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെയും ചിന്തകളുടെയും വെറും ഒരു സാക്ഷിയായി മാറുമ്പോൾ നമ്മുടെ മനസ്സൊരു വേലക്കാരനായി മാറുകയും യജമാന സ്ഥാനം നമ്മൾ തിരിച്ചു പിടിക്കുകയുമാണ് ചെയ്യുന്നത്. ആ യജമാന സ്ഥാനമാണ് ആത്മീയത എന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് സഞ്ചരിച്ച വഴികൾ ഒന്നുകൂടി ഓർത്തു നോക്കിയാൽ നമ്മുടെ ആഗ്രഹത്തെ പാപമായി കാണാതെ ഒരു വസ്തുതയായി അംഗീകരിക്കുകയും അതിന്മേൽ വ്യാഖ്യാനങ്ങൾ നൽകാതെ നിശബ്ദമായി പരിഗണിക്കുകയും ചെയ്യണമെന്നും, ആഗ്രഹം ഏറ്റവും തീവ്രമായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതുപേക്ഷിച്ച് ഉള്ളിലേക്ക് മടങ്ങുന്ന ഊർജത്തിലൂടെ സ്വന്തം കാന്തിക കേന്ദ്രത്തെ കണ്ടെത്തണമെന്നും നാം മനസ്സിലാക്കി. ഇതൊരു ദിവസമോ ഒരു മണിക്കൂറോ കൊണ്ട് തീരുന്ന പരീക്ഷണമല്ല. ജീവിതത്തിലെ ഓരോ നിമിഷവും ഇതിനുള്ള അവസരമാണ് നമുക്ക്. ഏറ്റവും പ്രിയമുള്ള ആത്മബന്ധുക്കളെ, സത്യാന്വേഷികളെ, കഴിഞ്ഞ കുറച്ചു സമയം എൻ്റെ വാക്കുകൾക്ക് ചെവി തന്നതിനും നിങ്ങളുടെ ഹൃദയം എനിക്കായി തുറന്നു തന്നതിനും വാക്കുകൾക്കപ്പുറത്തുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ദിവ്യബോധം എന്ന ഈ പരമ്പരയിലെ ഓരോ ചിന്തയും ആത്മീയ സാധനകളിൽ നിന്നും ലഭിച്ച മുത്തുകളാണ്. അവ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞത് ഈ പ്രപഞ്ചം എനിക്ക് നൽകിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്തത് വെറും സിദ്ധാന്തങ്ങളല്ല, മറിച്ച് പ്രായോഗികമായ വിദ്യകളാണ്. ഈ വിദ്യകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ പരമ്പര വിജയകരമായി കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന സ്നേഹമുള്ള നിങ്ങൾക്കും ഇതിനായി പശ്ചാത്തലമൊരുക്കിയ ഈ പ്രകൃതിക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ആഗ്രഹങ്ങളുടെ താഴ്വരകളിൽ നിന്ന് ബോധത്തിൻ്റെ കൊടുമുടികളിലേക്കുള്ള ഈ യാത്രയിൽ എന്നും ദിവ്യബോധം ഒപ്പമുണ്ടാകും. വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിലെ കൂടുതൽ വിദ്യകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്കുള്ളിലെ ആ നിശബ്ദതയെ സ്നേഹിക്കുക. നിങ്ങളിൽ പെയ്യുന്ന ആ ചൈതന്യത്തിന് മുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.